അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1296. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹുമ, അബൂ സലമ റളിയല്ലാഹു അൻഹുയുടെ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. അവിടുന്ന് പറഞ്ഞു, കുന്തു ഗുലാമൻ ഫി ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ ചെറിയ കുട്ടിയായിരിക്കും. നബി തങ്ങളുടെ സംരക്ഷണത്തിലായിരുന്നു. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി. യതീമായ കുട്ടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയായിരിക്കുമ്പോൾ, മുത്തുനബിയുടെ സംരക്ഷണത്തിലായിരിക്കുമ്പോൾ നിമിത്തങ്ങളെ കൂടെ ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. വക്കാനത്ത് യദി തതീഷു ഫി സ്വഹഫ, എൻ്റെ കൈ ഇങ്ങനെ തളികയുടെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ പാറി നടക്കുകയാണ്, പല ഭാഗങ്ങൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ഗുലാം, മോനെ, സമ്മില്ലാഹ തആല, അല്ലാഹുവിന് ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കൽ തുടങ്ങണം. ബിസ്മി ചൊല്ലണം. വക്കുൽ ബിയമീനിക, നിങ്ങളുടെ വലത് കൈ കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കണം. വക്കുൽ മിമ്മാ യലീക, നിങ്ങളുടെ അടുത്ത ഭാഗത്തു നിന്ന് ഭക്ഷണം കഴിക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായ കുട്ടിക്ക് ഭക്ഷണത്തിന്റെ അദബ്, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള അദബുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യമായി ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കണം. ഇത് നാം നമ്മുടെ മക്കൾക്കും ശീലമാക്കണം. നമ്മുടെ വളർന്നു വരുന്ന മക്കളിൽ ഈ അദബുകളൊക്കെ നമ്മൾ ശീലമാക്കണം. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. പൈശാചിക ശർറിൽ നിന്ന് കാവല് ഉണ്ടാകും. അതുപോലെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കണം. ഇടത് കൈ കൊണ്ട് തിന്നുന്ന സ്വഭാവം ഉണ്ടാകരുത്. ഇന്ന് വലിയ ആളുകളിൽ പോലും ഇത് ശ്രദ്ധിക്കാറില്ല. ബിസ്മി ചൊല്ലുന്ന ആളുകൾ വളരെ കുറവാണ്. ഇടത് കൈ കൊണ്ട് പലരും വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതൊരു പ്രശ്നമേ അല്ല. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറിയ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ ശീലമാക്കുകയാണ്. ബിസ്മി ചൊല്ലാൻ പഠിപ്പിക്കുകയാണ്. വലത് കൈ കൊണ്ട് തിന്നാൻ വേണ്ടി പഠിപ്പിക്കുന്നു. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ മുന്നിൽ നിന്നും നമ്മൾ അടുത്ത ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം. നന്നായിട്ട് ഇങ്ങനെ പരന്ന് കഴിക്കരുത്. മുന്നിൽ നിന്ന് കഴിക്കുകയാണ് വേണ്ടത്. ആദ്യകാലത്തൊക്കെ തളികയിൽ ആളുകൾ 5ഉം 6ഉം 10ഒക്കെ ആളുകൾ വട്ടം ഇരുന്നു കൊണ്ട് കഴിക്കും. അപ്പോൾ പല ഭാഗത്തുനിന്നും ഇങ്ങനെ കഴിക്കാതെ അവനവൻ്റെ മുന്നിൽ നിന്ന് കഴിക്കാൻ വേണ്ടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അദബുകളാണ്. ഇത് നമ്മുടെ മക്കൾക്ക് നാം ചെറുപ്പത്തിലെ ശീലമാക്കിയാൽ ആ ഗുണം നമ്മുടെ മക്കളിലുണ്ടാകും. അല്ലാഹു തആല അദബുകളൊക്കെ പാലിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.